വെൽക്കം ടു യൂട്യൂബ് ചാനൽ യുണൈറ്റഡ് 47. ഇന്നത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് 2 പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സെഗ്മെന്റാണ്. സെഗ്മെന്റിന്റെ പേര് എന്താണ്? കഥ ഇതുവരെ. നമ്മുടെ സീസൺ റിവ്യൂ ആണ് ഞാൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചോദിക്കും, സീസൺ തീർന്നില്ലല്ലോ, ഇനി ഒരു 4 പ്രീമിയർ ലീഗ് മാച്ച് ബാക്കിയുണ്ട്, UEFA യൂറോപ്പ ലീഗ് ബാക്കിയുണ്ട്. ബേസിക്കലി നമ്മുടെ സീസൺ എപ്പോൾ തീരുമെന്ന് വെച്ചാൽ നമ്മുടെ UEFA യൂറോപ്പ ലീഗിൽ നിന്ന് എന്ന് നമ്മൾ പുറത്താവുന്നോ അപ്പം നമ്മൾ തീരും. അപ്പം എന്തോ ഭാഗ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് യൂറോപ്പ ലീഗ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. പ്രീമിയർ ലീഗ് നമ്മുടെ സീസൺ ഓൾറെഡി ഓവറാണ്. നമ്മൾ ഇപ്പോൾ തന്നെ റിലേഗേഷൻ സോണിൻ്റെ അടുത്താണ്. ബേസിക്കലി ബാക്കി 3 ടീം റിലേറ്റഡ് ആയത് കാരണം നമ്മൾ പോകും. അപ്പോൾ ഈ സീസൺ നമുക്ക് എന്താണ് സംഭവിച്ചത്, ജസ്റ്റ് ഒരു റിവ്യൂ, ഒരു കഥ ഇതുവരെ യുണൈറ്റഡ് നമ്മുടെ അമൃത ടി വിയിലുള്ള ഇത് സിൻഡി BGMയിലിട്ട് നമുക്ക് വേണേൽ ചെയ്യാം. അപ്പം അതാണ് ബേസിക്കലി ഞാൻ ഈ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാനിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയാനുള്ളത്, അതെ, ടെൻ ഹാഗിൻ്റെ അറ എങ്ങനെയായിരുന്നു തീർന്നത്. അപ്പോൾ നമ്മൾ ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം, മാനേജ്മെൻറ്റ് തന്നെ കൺഫ്യൂഷനിലാണ്. ടെൻ ഹാഗ് വേണോ, ടെൻ ഹാഗ് ശരിയാകുമോ, ടെൻ ഹാഗ് തന്നെയാണോ നമ്മുടെ മനുഷ്യൻ എന്നുള്ളത്. കാരണം മാനേജ്മെൻറ്റ് തന്നെ അറിയത്തില്ല ഇത് ടെൻ ഹാഗിനെ കൊണ്ട് ഈ ക്ലബിനെ പോറ്റാൻ പറ്റുമോ. ആകെ ഒരു ഇത് തന്നെയായിരുന്നു. ഒന്നാമത്തെ ഫാൻസ് ആ സമയത്ത് ടെൻ ഹാഗിന് ഭയങ്കര അനുകൂലമായിട്ട് നിന്നൊരു, കാരണം ദേ കാൺ സാക്ക് ടെൻ ഹാഗ്. കാരണം ഒന്നാമത്തെ മാനേജ്മെൻറ്റും ഫാൻസും തമ്മിൽ നല്ല തല്ല് നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയിൽ ടെൻ ഹാഗിനെ പോലൊരു മാനേജറിനെ, അതും FA കപ്പ് മാഞ്ചസ്റ്റർ സിറ്റിനെ തോപ്പിച്ച് നിൽക്കുന്ന സമയത്ത് എങ്ങനെ സാക്ക് ചെയ്യും എന്നൊരു കൺഫ്യൂഷനിലാണ് അവിടെ ഇരുന്നത്. അപ്പോൾ അവർക്ക് വേറൊരു വഴിയില്ല. ടെൻ ഹാഗിനെ സാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഫാൻസിനെ, സത്യം പറഞ്ഞാൽ എതിരെ നിന്ന് ഫാൻസിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാകും. അതായത് ഞങ്ങൾ മൊണോപ്പൊളി കളിക്കും, ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ ചെയ്യും എന്ന രീതിയിലോട്ടാകും. ആ ഒരു പേടി മാനേജറിന് നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ടെൻ ഹാഗിനെ സാക്ക് ചെയ്യണമെന്നുണ്ടായിട്ടും അവർക്ക് സാക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണ് ട്രാൻസ്ഫർ വിൻഡോ കിടന്നു. നമ്മൾ ഒത്തിരി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നു ടെൻ ഹാഗിന് വേണ്ടി. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ റാഫ് റാനിക്ക് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു. ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് ഒരു ഓപ്പൺ സർജറി വേണ്ട ഒരു കേസാണ്. അതായത് എന്നായിരുന്നു, പ്ലേയേഴ്സിന് ഒത്തിരി പേരെ കാണണം, നമ്മുടെ ക്വാളിറ്റി ഭയങ്കര ഡൗൺ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു. മാനേജറിനെതിരെ തുറന്നു പറഞ്ഞവനെ നമ്മുടെ മാനേജറിൻ്റെ അവരെ പറഞ്ഞു വിട്ട് ടെൻ ഹാഗിന് ജോബ് കൊടുക്കും. ടെൻ ഹാഗിൻ്റെ 4-3-3 വേണ്ടി നമ്മൾ 700 മില്യൺ മുടക്കി കുറേ പ്ലേയേഴ്സിനെ മേടിച്ചു. എന്നിട്ട് നമ്മൾ ടെൻ ഹാഗിനെ സാക്ക് ചെയ്ത് അമറുവിനെ കൊണ്ടുവന്നു. അമറുവിന് 3-4-3 സ്യൂട്ട് ആകുന്ന പ്ലേയേഴ്സ് നമുക്കില്ല. അതിന് ഇനി നമ്മൾ സൈൻ ചെയ്യണം. നമ്മളെന്നെ കളിക്കുക, എനിക്ക് മനസ്സിലാകുന്നില്ല. മാനേജർ എന്നെ കളിക്കുക. നിങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇല്ലത്ത് പട്ടിണി ഇല്ലെന്ന് പറഞ്ഞു നടക്കാവുന്നേ ഉള്ളൂ. ഇല്ലത്ത് നല്ല പട്ടിണിയും പരോട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ അങ്ങേയറ്റം എക്സ്ട്രീമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ആകെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇവരെയാണ്, സ്റ്റാഫിനെയാണ്. ഏറ്റവും വിയേഡ് സാധനം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വിയേഡും ഭയങ്കര ക്രിഞ്ചും, നമ്മൾ ഇത്രയും അധിപ്പതിച്ചല്ലോ എന്ന് നമ്മളോട് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ചോദിക്കുന്ന ഇതായിരുന്നു. ഗോൾഡൻ ബോയ് അവാർഡ് സെറിമണിയിൽ ഗർനാച്ചോനെയും കോബി മേനുവിനെയും നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രൈവറ്റ് ജെറ്റിലിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ചോദിച്ചു. അവരുടെ പ്രൈവറ്റ് ജെറ്റ് സ്ഥലമുണ്ട്, ഞങ്ങളുടെ 2 പ്ലേയേഴ്സും കൂടെ കൊണ്ടുപോകും, അവർ ആ സെറിമണിയിലോട്ടുള്ളതാണ്. സിറ്റി റിജക്റ്റ് ചെയ്തു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് ദാരിദ്ര്യമാണ് നമ്മുടെ ക്ലബിൽ അനുഭവിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ടെൻ ഹാഗിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ടെൻ ഹാഗ് ആക്ച്വലി എനിക്ക് ടെൻ ഹാഗിനെ ഇഷ്ടമായിരുന്നു. ടെൻ ഹാഗ് അത്ര മോശം മാനേജറൊന്നുമല്ല. പക്ഷേ ടെൻ ഹാഗിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്ലെയർ ഫേവറിറ്റിസം ഭയങ്കര കൂടിപ്പോയി ടെൻ ഹാഗിന്. അത് തന്നെയായിരുന്നു ഓലയ്ക്കും പറ്റിയത്. ഓലയുടെ സ്റ്റാർട്ടിങ്ങിൽ ഓല മാറ്റങ്ങൾ വരത്തില്ല. അത് ഹോസെ മൗറിനോ ആണെങ്കിൽ സ്റ്റബോണസിൻ്റെ അങ്ങേയറ്റം. അപ്പം ടെൻ ഹാഗിനെ പറ്റിയെന്ന് പറയുന്നത്, ടെൻ ഹാഗിൻ്റെ പ്ലേയേഴ്സിന് ടെൻ ഹാഗ് ഇത് പറയത്തില്ല, എതിർത്ത് പറയത്തില്ല. അതായത് പുള്ളിയുടെ സൈനിങ്ങിനെ പുള്ളി ഒത്തിരി ബാക്ക് ചെയ്തു. ഈവൻ ദോ ദേ ആർ അണ്ടർ പെർഫോം. അത് എൻ്റെ പയ്യനാണ്, നമ്മുടെ വീട്ടിലെ പയ്യനാണ്, അവൻ കളിച്ചോളൂ എന്നുള്ളൊരു വൈബ് ആണ് ടെൻ ഹാഗിന്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ടെൻ ഹാഗിൻ്റെ ഇടയിൽ ഫൈനൽ തേടി ബോൾ വരുന്നു, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങിൽ നിന്ന് ഇപ്പോൾ ഗർനാച്ചോ ബോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ റാഷോഡ് മുകളിലോട്ട് പോകുമ്പോൾ ഇവന്മാർ പാസ് ചെയ്യത്തില്ല. ഇവന്മാർ ഗ്രീഡിനെസ്സിന് അങ്ങേയറ്റം കാണിച്ചിട്ടേ ഇവന്മാർ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അവന്മാർ അങ്ങനെ ഒരുത്തന്മാരാണ്.
അതുപോലെ തന്നെ ഫൈനൽ തേർഡിൽ നിന്ന് നമ്മുടെ സ്ട്രൈക്കേഴ്സിന് നല്ല സർവീസ് കൊടുക്കാതിരിക്കുക. നമുക്കൊരു നല്ല സ്ട്രൈക്കർ ഉണ്ടായിട്ട് എത്ര കാലമാണെന്നറിയാം. സംഭവം ബേസിക് ആ റൊണാൾഡോ മാത്രമാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിരിക്കുന്നത് ആ സമയത്ത്. റൊണാൾഡോയ്ക്ക് മാത്രമേ പ്രോപ്പർ സർവീസ് കിട്ടിയിട്ടുള്ളൂ. പുള്ളി ഗോട്ടായത് കാരണമായിരിക്കും പ്ലേയേഴ്സിന് ആ ഒരു പേടിയും പോകുന്നത്. റാസ്മസിന് പോലും പ്രോപ്പർ സർവീസ് കൊടുക്കുന്നില്ല. എനിക്ക് റാസ്മസ് അതിന് എനിക്കൊന്ന് ഹീ ഷുഡ് ഷൗട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് പ്ലേയേഴ്സ് and tell that I need ball. I need ball to score goals. I am here to play as a striker. പക്ഷെ റാസ്മസ് അത് ചെയ്യുന്നില്ല. റാസ്മസിന് ഒരു കൃത്യം പറഞ്ഞ സ്ട്രൈക്കറിന് ടീമിലെ ആൾക്കാർക്ക് പേടി വേണം, എന്നാലേ സർവീസ് കൊടുക്കത്തുള്ളൂ, പ്രത്യേകിച്ച് വിങ്ങേഴ്സിനും നമ്പർ 10-നും. പിന്നെ നമ്മുടെ ടെൻ ഹാഗിന് ഏറ്റവും വലിയ 2 വിഷയങ്ങളായിരുന്നു. പ്ലെയർ പവർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആൻ്റണി, റാഷ്ഫോർഡ്. ആൻ്റണിയുടെ കാര്യം പറയാം. ആൻ്റണി ലെഫ്റ്റ് ഫുട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ആൻ്റണി റൈറ്റ് വിങ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ്റെ ആദ്യത്തെ 5 കളി കണ്ടാൽ തന്നെ മനസ്സിലായി അവൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. റൈറ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്യുന്ന ലെഫ്റ്റ് ഫുട്ടിൽ ഫിനിഷ് ചെയ്യാൻ നോക്കുന്നു. ഇതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റയൽ ബെറ്റീസിൽ പോയി കിടിലൻ കളിയാണെന്ന് വെച്ചാൽ, പക്ഷേ പ്രീമിയർ ലീഗിൻ്റെ ഫിസിക്കാലിറ്റിയിലും സ്പീഡിലും ആൻ്റണിക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഡിഫൻഡേഴ്സിന് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻ്റണി ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് കട്ട് ചെയ്യുമെന്നും എല്ലാം ഡിഫൻഡേഴ്സിന് അറിയാം. അതനുസരിച്ച് ഡിഫൻഡേഴ്സ് ഡിഫെൻഡ് ചെയ്യും. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മാച്ചിലാണ് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈലാണ് ആൻ്റണിക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ റാഷ്ഫോർഡിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഇനി ഹോസെ മൗറീനോ പണ്ട് പറഞ്ഞൊരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ മേല. ഹോസെ മൗറീനോ സാക്ക് ചെയ്ത് ഓലേനെ കയറ്റി ഓലയുടെ 1.5 വർഷം കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു ഹോസെ മൗറീനോ ഒരു കമൻട്രേറ്ററി ബോക്സിൽ ഇരുന്ന് പറഞ്ഞത്, അല്ലെ മറ്റേ നമ്മുടെ TV ചാനലിലെ പ്രിവ്യൂവിൽ ഇരുന്ന് പറഞ്ഞത്, ലൈക്ക് there are still players in that club I need to sell in my season 1. അതായത് സീസൺ 1 തന്നെ എനിക്ക് സെല്ല് ചെയ്യേണ്ട കുറേ പ്ലേയേഴ്സ് ഇപ്പോഴും ആ ക്ലബിലുണ്ട്. ആ സമയത്ത് ഞാൻ നോക്കിയിട്ട് റാഷി മാത്രമേ ഉള്ളായിരുന്നു. ആ സമയത്തും ഓൾമോസ്റ്റ് റാഷിനെ കുറിച്ച് തന്നെയാണോ ഹോസെ മൗറീനോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ബട്ട് എന്നായിരുന്നു അങ്ങനെ സ്റ്റബോണസ് റാഷിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആൻ്റണിയെ പോലെ തന്നെ റാഷിയുടെ കളി ഭയങ്കര പ്രഡിക്റ്റബിളാണ്. പുള്ളി ചാരിറ്റി ഹീറോ ആയിരിക്കും, പുള്ളി അണ്ടാടാരം മനുഷ്യനായിരിക്കും, അവൻ്റെ ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് ആയിരിക്കും. അതൊക്കെ വേറെ. നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലാണ്, നിങ്ങൾ ഡെലിവറി ചെയ്തില്ല നിങ്ങളെ പറഞ്ഞ് പുറത്താക്കേണ്ട ആവശ്യം നമ്മളെല്ലാവർക്കും. ഇപ്പോൾ റാഷ്ഫോർഡിൻ്റെ പ്രശ്നം അതാണ്. റാഷ്ഫോർഡ് ഭയങ്കര മോശമായിട്ടാണ് കളിച്ചത്. ഭയങ്കര ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്ന റാഷ്ഫോർഡിന് ഒരു മോശം കളി കളിച്ചാലും റാഷ്ഫോർഡിനെ പുറത്തിരുത്താനുള്ളൊരു ധൈര്യം ടെൻ ഹാഗ് ആക്ച്വലി കാണിച്ചിട്ടില്ല. ചില സമയത്ത് റാഷ്ഫോർഡ് എന്താ ചെയ്യുന്നതെന്ന് പുള്ളിക്ക് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിൽ കൂടെയാണ് റാഷ്ഫോർഡ് പൊക്കോണ്ടിരുന്നത്. അതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ ടെൻ ഹാഗിനെ ബാക്ക് ഫയർ ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന്, അഹമ്മദ് ദിയാലിനെ പോലെ ഒരു കിടിലൻ പ്ലെയർ, അത്രയും ടാലൻ്റ് ഉള്ള പ്ലെയറിന് അവൻ അറിയിച്ച അവസരങ്ങൾ കൊടുക്കാതെ ഈ ആൻ്റണിയെ റാഷ്ഫോർഡും ഓവർലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ടെൻ ഹാഗിന് വന്നു. അതാണ് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് ആന്ദ്രെ ഒനാന. ഡേവിഡ് ഡിഗയ എന്നെ സംബന്ധിച്ചോളം പോസ്റ്റ് ഫെർഗ്യൂസണിൽ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവുകളിൽ ഒന്നായിരുന്നു ഡേവിഡ് ഡിഗയ. പുള്ളി ഒറ്റയ്ക്ക് ഒരു ഗോൾ കീപ്പർ ഒറ്റയ്ക്ക് ഒരു ഗെയിം ജയിപ്പിക്കുക എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആർസണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് പുള്ളി 17 സേവ് നടത്തിയത്, ഇൻക്ലൂഡിങ് എ ഡബിൾ സേവ് ഓഫ് ലാക്കസെറ്റ് ആൻഡ് അലക്സിസ് സാഞ്ചസ്. ഒരെണ്ണം ഹാൻഡ് കൊണ്ടും ഒരെണ്ണം ലൈക്ക് ബൂട്ട് കൊണ്ടും ചെയ്ത് ഡബിൾ സേവ്. അത് ഇപ്പോഴും നിങ്ങൾ നോക്കി പോയി അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ രോം ഇങ്ങനെ എണ്ണീറ്റിരിക്കും. അത്ര ബ്രില്യൻറ്റ്, അല്ലെങ്കിൽ യുണൈറ്റഡ് ലെജൻസിൻ്റെ കൂടെ നിൽക്കാൻ അർഹതയുള്ള ഒരു 1 man ആർമി ആയിരുന്നു ഡേവിഡ് ഡിഗയ. നമുക്ക് ഒരു പ്ലേ ഫ്രം ദ ബാക്ക് എന്ന അല്ലെങ്കിൽ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്ന മിത്ത്, അല്ലെങ്കിൽ ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ എന്ന ഒരു കൺസെപ്റ്റ് ടെൻ ഹാഗ് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അതാണ് ഇപ്പോഴത്തെ വേണ്ടതെന്ന് പറഞ്ഞ് ഡിഗേനെ വിറ്റില്ല, ഫ്രീ പോയി. ഇപ്പോൾ ഫ്ലോറന്റീനയിൽ പറന്ന് കടന്ന് കളിക്കുന്ന മനുഷ്യനാണ്. ഫ്രീ പോയിട്ട് ഒനാനേനെ കൊണ്ടുവന്നു. ഡേവിഡ് ഡിഗയ ലാസ്റ്റ് സീസണിനെ കുറിച്ച് മിസ്റ്റേക്കൊക്കെ വരുത്തിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് നിങ്ങൾ നോക്കുക, അത് കഴിഞ്ഞിട്ട് ഒനാന എത്ര മിസ്റ്റേക്ക് വിളിച്ചു.
സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഐ ഡോ ഐ മിസ് ഡേവിഡ് ഡെഗയ മോർ ദാൻ മൈ എക്സ്. സത്യസന്ധമായിട്ട് ഞാൻ പുള്ളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പുള്ളി ആ ഗോൾ കീപ്പർ നെഞ്ചും വിരിച്ച് നിന്ന അത് ഏതൊരു പ്ലെയറിനും എതിർ പ്ലെയറിനും അറിയാം. അത് ഉടനെ ഒന്നും ആ ഗോൾ പോസ്റ്റിനകത്തോട്ട് ഗോൾ അടിക്കാൻ പറ്റത്തില്ല. പുള്ളി ഒരു ഗോൾഡൻ ഗ്ലവ് വിന്നറിനെ ആയിരുന്നു നമ്മൾ ഫ്രീ ഏജന്റ് ആയിട്ട് നമ്മൾ വിറ്റത്. അതൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഗോൾഡൻ ഗ്ലവ് വിന്നറിനെ ഏജന്റ് ആയിട്ട് വിൽക്കുക എന്ന് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു ടെൻഹാഗ് തന്നെ ഉണ്ടാക്കിയ ടെൻഹാഗിന്റെ പ്രശ്നങ്ങളായിരുന്നത്. അപ്പൊ ഈ സീസൺ ആദ്യം തുടങ്ങിയ സമയത്ത് എന്നായിരുന്നു, അപ്പൊ ടെൻഹാഗിനെ സാക്കിയാൻ പറ്റത്തില്ല, കാരണം FA കപ്പ് മാഞ്ചസ്റ്റർ സിറ്റിനെ തോപ്പിച്ച് അടിച്ച് കയറി വന്നു. അപ്പം ഫാൻസ് തിരിയുമെന്ന് അവർക്ക് എന്തായാലും അറിയാമായിരുന്നു. അപ്പൊ ഇവർക്ക് കാരണം വേണം സാക്ക് ചെയ്യാൻ. അതിനാണ് ഇവർ വെയിറ്റ് ചെയ്തത്. ടെൻഹാഗ് അണ്ടർ പെർഫോം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഫാൻസ് ടെൻഹാഗ് ഔട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് മാനേജ്മെന്റ് പറഞ്ഞു ടെൻഹാഗ് അണ്ടർ പെർഫോം ചെയ്യുന്ന കാരണം സാക്ക് ചെയ്യാമെന്ന് പറയാം. മാനേജ്മെന്റ് പറഞ്ഞു ടെൻഹാഗിനെ സാക്ക് ചെയ്യാണ്, അവൻ അണ്ടർ പെർഫോം ചെയ്യുന്ന കാരണം സാക്ക് ചെയ്യാന്ന് പറഞ്ഞു. ടെൻഹാഗിന്റെ അങ്ങനെ ആ കഥ അവിടെ കഴിഞ്ഞു. അപ്പം ടെൻഹാഗിനെ അങ്ങനെ സാക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? എൻ്റെ ടേക്ക് അവേ ഞാൻ പറയാം. എൻ്റെ അഭിപ്രായം അത്രയും ആ സീസൺ അവിടം വരെ നടന്നപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ടെൻഹാഗ് ഷുഡ് നോട്ട് ബി സാക്ട്. അവൻ ഒരു സീസൺ നമ്മൾ കൊടുക്കണം. പുള്ളിക്ക് നമ്മൾ 700 മില്യൺ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു അമറും സിറ്റിയിലോട്ട് പോകുമെന്നുള്ളൊരു സ്ട്രോങ് റൂമറും സിറ്റി നമ്മളെ വെട്ടിക്കും എന്നുള്ളൊരു സ്ട്രോങ് റൂമറും കാരണമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സിറ്റി നമുക്ക് എതിരെ ഭീഷണിയാകും എന്നുള്ളൊരു അമറിമിനെ സൈൻ ചെയ്യാൻ ഇനിയാന്ന് തോന്നുന്നു ടെൻഹാഗിനെ നമ്മൾ അപ്പം തന്നെ സാക്ക് ചെയ്ത് വിട്ടത്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഹി ഡിസേർവ് ദി എൻഡ് ഓഫ് ദ സീസൺ. കാരണം പുള്ളി 2 സീസൺ ഒന്ന് കാർബോ കപ്പ് ന്യൂകാസിലിനെ തോപ്പിച്ചടിപ്പിച്ചു, മാഞ്ചസ്റ്ററിനെ തോപ്പിച്ച് FA കപ്പ് അടുപ്പിച്ചു. നമ്മളെ കപ്പ് വിന്നിങ് മെൻറ്റാലിറ്റിയിലോട്ട് കൊണ്ടുവന്നൊരു മാനേജറാണ്. ഇപ്പം ഇപ്പോഴത്തെ ചില ക്ലബ്ബുകൾക്ക് കപ്പ് വേണ്ട പ്ലേയേഴ്സ് ഉണ്ട്, ചിലർക്ക് കപ്പ് അലർജിയാണ്. അതായത് ചിലരുടെ മാനേജർ അടിപൊളിയാണെന്ന് പറയുന്നത്. ഡു യു നോ ഹൗ വോട്ടഡ് വി ആർ ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബ്? ലൈക്ക് നമ്മളൊരു FA കപ്പും, അതായത് പ്രീമിയർ ലീഗിലെ അല്ലെങ്കിൽ ഒരു സീസണിൽ ഒരു കപ്പ് അടിക്കുക എന്ന് പറയുമ്പം എല്ലാ ക്ലബിനെ സംബന്ധിച്ചോളം ടോപ്പാണ്. പക്ഷെ നമ്മൾ ഹൗ വോട്ടഡ് വി ആർ, ലൈക്ക് ഈവൻ ഇഫ് വി ഗെറ്റ് നമ്മൾ ഡൊമസ്റ്റിക് കപ്പ് അടിച്ചാലും നമ്മൾ ഇപ്പോൾ പറയുന്നത് നമ്മൾ ക്ലബ്ബ് ഭയങ്കര കളി മോശമാണ്. സോ അത്രയും വോട്ടഡ് ആണ് നമ്മൾ, അത്രയും പ്രിവിലേജ്ഡ് ലെജൻഡറി ക്ലബ്ബാണ്. അതായത് ഇപ്പം ഞാൻ പറയും, നാളെ നമ്മൾ UEFA യൂറോപ്പ ലീഗ് അടിച്ചാലും നമ്മുടെ സീസണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഇതൊരു ആവറേജ് സീസണാണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് സീസണാണ്, അല്ലെ നമ്മൾ പറയും നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഇടരെ കണ്ട ഏറ്റവും മോശം യുണൈറ്റഡ് ടീമാണ്. പക്ഷെ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് UEFA യൂറോപ്പ ലീഗ് അടിച്ചിട്ട്, അതാണ് അത്രയും ഗോട്ടഡാണ് നമ്മൾ. ഗോട്ടഡ് എന്നതിൻ്റെ അർത്ഥം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ്. അത്രയും ലെജൻഡറി ക്ലബ്ബാണ്, അത്രയും വലിയ ക്ലബ്ബാണ് നമുക്ക് അത്രയും വലിയ, അല്ലെങ്കിൽ UEFA യൂറോപ്പ ലീഗ് അടിക്കുക എന്നൊക്കെ പറയുന്നത് പല ക്ലബ്ബുകളുടെയും അറ്റ് പീക്കാണ്. ഇപ്പോൾ ടോട്ടൻഹാം അടിച്ച ടോട്ടൻഹാമിന് അറ്റ് പീക്കാണ്. ടോട്ടൻഹാമിൻ്റെ ഫാൻസിന്, പിന്നെ ആർസണൽ ഫാൻസിനെ തള്ളക്കി വിളിക്കാൻ ഇനി വേറെ ഒരു കാര്യവും വേണ്ട. അപ്പം അങ്ങനത്തെ ഒരു UEFA കോമ്പറ്റീഷനാണ് UEFA യൂറോപ്പ ലീഗ്. അപ്പം ആ സമയത്താണ് നമ്മളിത് അടിച്ചിട്ട് പറയുന്നത് ഇത് കപ്പൊക്കെ അടിച്ചത് അത് ശരിയാണ്, പക്ഷേ ഇപ്പോഴും നമ്മുടെ ടീം ഭയങ്കര മോശമാണ്, നമ്മുടെ ടീം ഭയങ്കര മോശമാണ്. അതുപോലെ തന്നെയാണ് ഈ കാർബൺ കപ്പും FA കപ്പും. നമ്മൾ 2 കപ്പ് അടിച്ചു. അപ്പം ഇവിടുത്തെ ചില മാനേജർ ആദ്യത്തെ സീസൺ വന്ന് ഒരു FA കപ്പ് അടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, കപ്പ് എന്താണെന്ന് പോലും അറിയാൻ. PSG തോപ്പിച്ചിനി ചിലപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗ് അടിക്കുമായിരിക്കും, അല്ല ഞാൻ പറയുമായിരുന്നു. അപ്പം അവർക്ക് സ്മോൾ ക്ലബ് മെൻറ്റാലിറ്റി നമുക്കില്ല എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അത് കാരണമാണ് നമുക്ക് എന്നായിരുന്നു നമ്മൾ പിന്നെ പറയാം. ടെൻഹാഗിന്റെ ടേക്ക് അവേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി ഈ സീസണിന് എൻ്റെ ഒരു ഡിസേർവിങ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് വേണ്ടി നമ്മൾ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി പ്ലേയേഴ്സിന് വേണ്ടി നടത്തി. ഇനിയും പുള്ളിക്ക് ഒരു അവസരം കൊടുക്കാതിരിക്കുന്നതിൽ എന്ത് കാര്യമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇത് രണ്ടും ഉണ്ട്. പിന്നെ മാനേജ്മെൻറ്റാണ് കോൾ ചെയ്യുന്നത്. പിന്നെ ഫാൻസ് മാനേജ്മെൻറ്റ് ആക്ച്വലി പുള്ളിനെ സാക്ക് ചെയ്യണമായിരുന്നു. അതിനൊരു അവസരം ഫാൻസ് തന്നെ കൊടുത്ത് ടെൻഹാഗ് ഔട്ട് പറഞ്ഞ് നമ്മൾ മാനേജ്മെൻറ്റ് കൃത്യസമയം കിട്ടി പുള്ളിയെ സാക്ക് ചെയ്തു. That's what it happened anyway. ഇനി
ഇനി നമ്മൾ ഇത്ര നടന്നിട്ട് ഞാൻ എപ്പോഴും ഹോസെ മൗറിനോ പറഞ്ഞ കാര്യം പിന്നെയും പറയും. പ്ലെയർ പവർ നമ്മുടെ ഇവിടെ ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതലാണ് നമ്മുടെ പ്ലെയർ പവർ. അതെങ്ങനെ നമ്മൾ ലൈക്ക് ക്ലബ് ഈസ് ബിഗർ ദാൻ എനി പ്ലെയർ. അതെന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അത് ഫെർഗ്യൂസൺ തുടങ്ങി വെച്ച കാര്യമാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. ഇനി അങ്ങോട്ടും കണ്ടിന്യൂ ചെയ്യണം. സർ അലക്സ് ഫെർഗ്യൂസൻ്റെ ഡേവിഡ് ബെക്കാമിനെ വിറ്റു. ഒന്നും ആലോചിക്കുക, ആ സമയക്കാലത്ത് ഏറ്റവും ഗ്ലാമറസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സിൽ ഒരാളായ ഡേവിഡ് ബെക്കാമിനെ വിറ്റിട്ട് പറയാം ക്ലബ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്ലെയർ. ആ ഇൻഡിവിജ്വാലിറ്റി നമ്മുടെ ക്ലബിൽ നിന്ന്, അല്ലെങ്കിൽ ആ പ്ലെയർ പവർ നമ്മുടെ ലോക്കർ റൂമിൽ നിന്ന് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇനിയും പല പ്രശ്നങ്ങളും നേരിടും. സോ ഇതാണ് ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ഇനി അമറിം വന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെ കുറിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. എനിവേ, യുണൈറ്റഡ് 47 ചാനലാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്.